മേരി ക്രിസ്മസ്. വൗ, എന്തൊരു സന്തോഷം! ഈ ക്രിസ്മസിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവരും ഇവിടെ ഉണ്ട്. ശില്പ മാത്രമില്ല, കാരണം അവൾക്കിന്ന് ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വരാൻ അവൾക്ക് സാധിച്ചില്ല. ബട്ട് ഇതിനേക്കാൾ ഏറെ ശില്പ ഇല്ലാത്തതിന്റെ ഇരട്ടി സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഫുൾ ഓഫ് ലൈഫ് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ക്രിസ്മസിന്റെ സന്ദേശം തരും. ജേഡൻ അത് തുടങ്ങി വെക്കാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങളോട് വലിയ കാര്യങ്ങൾ പറയാൻ ഇവൻ കരുതിയിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിൽ വലിയ കാര്യങ്ങൾ അവന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാം. കേറ്റി, നീ തുടങ്ങുന്നോ? ക്രിസ്മസിന്റെ അർത്ഥം നിനക്കറിയാമോ? ക്രിസ്മസ് കാരണം യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നു. Yes. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാ. Wow, that's good. That's beautiful, very beautiful. So, കേറ്റിയുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു. അതുകൊണ്ടാണ് നാം പാടാറുള്ളത് All praise and glory to Jesus. Okay? Okay. നമുക്കിപ്പോൾ മുത്തശ്ശിയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഇപ്പോൾ മുതുമുത്തശ്ശിയും മുത്തശ്ശിയുമുണ്ട്. ക്രിസ്മസ് എന്നാൽ അത് നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു. ബൈബിളിൽ 2 കൊരിന്ത്യർ 9:15 പറയുന്നത് പോലെ പറഞ്ഞാൽ തീരാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം തൻ്റെ ദാനങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരു ദാനമാണ് യേശു ക്രിസ്തു. കേറ്റി പറഞ്ഞതുപോലെ യേശു നമുക്കൊരനുഗ്രഹമാണ്. സോ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് യേശുവിനെ നമുക്കായി തന്നിരിക്കുന്നു. അതുപോലെ നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നു. നാം എങ്ങനെയാണ് അവനെ സ്വീകരിക്കേണ്ടത്? ദൈവവചനം വായിച്ചുകൊണ്ടാണ്. ബൈബിൾ പറയുന്നു, വചനം ദൈവമാകുന്നു, വചനം യേശുവാകുന്നു. സോ നാം എല്ലാവരും സന്തോഷത്തോടെ ദൈവവചനമാകുന്ന യേശുവിനെ സ്വീകരിക്കണം. ദൈവവചനത്തിലൂടെ നാം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വളരെ ഉപയോഗമുള്ളവരാകുന്നു. ഞാനൊരു കഥ വായിച്ചു. അതിങ്ങനെയാണ്. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന് ഡ്രംസ് വളരെ ഇഷ്ടമായിരുന്നു. സോ അവൻ ഡാഡിയോടും മമ്മിയോടും ഡ്രംസ് വേണം എന്ന് ചോദിച്ചു. ഒരു ക്രിസ്മസിൻ്റെ അന്ന് അവൻ്റെ അങ്കിൾ ഒരു പുതിയ ഡ്രംസ് വാങ്ങിക്കൊടുത്തു. അവന് വളരെ സന്തോഷമായി. ഓരോ ദിവസവും രാവിലെ അവനത് പ്ലേ ചെയ്യണമെന്ന് തോന്നി. പക്ഷേ അവൻ്റെ മമ്മി പറയും, ഇന്ന് നീ ഡ്രംസ് പ്ലേ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവന് $1 കൊടുക്കും. ദയവ് ചെയ്ത് ഡ്രംസ് പ്ലേ ചെയ്യല്ലേ എന്ന് പറയും. എന്നാലും അവൻ രാത്രി വീണ്ടും ഡ്രംസ് പ്ലേ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഡാഡി അവന് $1 കൊടുത്തിട്ട് പറയും, ദയവ് ചെയ്ത് ഡ്രംസ് പ്ലേ ചെയ്യരുതെന്ന്. ശബ്ദം കാരണം ചെവി വേദനിക്കുന്നു. അങ്ങനെ അവൻ ഡ്രംസ് പ്ലേ ചെയ്യുന്നത് നിർത്തി. ഒടുവിൽ ക്രിസ്മസ് ദിവസവും എത്തി. അന്ന് അവന് സമ്മാനം കൊടുത്ത ആ അങ്കിളിനെ അവൻ കണ്ടു. അങ്കിൾ അവനോട് ചോദിച്ചു, നീ ഡ്രംസ് പ്ലേ ചെയ്യാറുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ മമ്മിക്കും ഡാഡിക്കും അത് ഭയങ്കര ശല്യമായിരുന്നു. അതുകൊണ്ട് അവർ പ്ലേ ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന്. അതുപോലെ ദൈവവചനത്തിലൂടെ നമ്മളും ദൈവവചനം മറ്റുള്ളവരുമായി പങ്കിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സേവ ചെയ്യണം. ദൈവം നമുക്ക് വേദവചനം വിലമതിപ്പുള്ള ദാനമായി തന്നു. അതാണ് യേശു. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നാം വചനം ഉപയോഗിക്കണം. ബൈബിൾ പറയുന്നുണ്ട്, 1 പത്രോസ് 4:10 ദൈവം നമുക്ക് തന്ന വരം കൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷിക്കണം. സോ ഈ ഒരു ക്രിസ്മസ് കാലത്ത് പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങളുടെ വരമായി കരുതി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിലുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് അത്ഭുതകരമായ വരം തന്നിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ. സോ യേശുവിനെ നാം ലോകത്തിന് പങ്കിടുന്ന സമയത്ത് വചനം ഉപയോഗിക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവണം. വണ്ടർഫുൾ. അതുപോലെ
മമ്മി പറഞ്ഞ കഥ പോലെ ഷാരന്റെ കുട്ടിക്കാലത്തും നടന്നിരുന്നു. അവള് ഗിറ്റാർ എടുക്കുമ്പോഴെല്ലാം മമ്മി 10 രൂപ കൊടുത്ത് പറയും, ഷാരൻ ഒന്ന് ഗിറ്റാർ വായിക്കാതിരിക്കാമോ എന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചിരുന്നു. ഓക്കെ, ശരിയാ. ഇതുപോലെ എത്ര പാരന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി മുതുമുത്തശ്ശി. വളരെ സന്തോഷിക്കുന്നു. ക്രിസ്മസിന്റെ സന്തോഷം ആസ്വദിക്കുന്നു. കാരണം യേശു ഈ ലോകത്തിൽ ജനിച്ചത് സന്തോഷമുണ്ടാക്കുന്നു. എബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണെന്ന്. സോ യേശു ഈ ലോകത്തിൽ പിറന്നപ്പോൾ എല്ലായിടവും സന്തോഷമുണ്ടായി. ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും അനവധി ജനങ്ങൾക്കും. അതേപോലെ ഒരു കുടുംബമായി ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഷാരനും വന്നിരിക്കുന്നു. ഞങ്ങൾ ശില്പയെ മിസ് ചെയ്യുന്നു. എന്നാലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ഞങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലും എത്തി. യേശുവിനെക്കുറിച്ച് എല്ലാവരോടും പറയുന്നത് ഞങ്ങൾ ആസ്വദിക്കുന്നു. ഇതെത്ര മഹത്തായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവം നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും തരുന്നു. ദൈവസാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും ആസ്വദിക്കാം. ദൈവസാന്നിധ്യത്തിൽ ഞങ്ങൾ എത്ര സന്തോഷിക്കുന്നു എന്ന് കണ്ടോ? ഞങ്ങൾ ഒത്തൊരുമിച്ച് യേശുവിൻ്റെ സ്നേഹത്താൽ, കർത്താവിൻ്റെ സ്നേഹത്താലും സന്തോഷിക്കുന്നു. ഈ ക്രിസ്മസിന് നിങ്ങൾക്കും അതേ സന്തോഷം അനുഭവിക്കാം. ക്രിസ്മസ് ആസ്വദിക്കൂ. ദൈവം നിങ്ങളോടൊത്തുണ്ട്, നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. തൻ്റെ ഹിതപ്രകാരം നിങ്ങളെ നടത്തുകയും ചെയ്യും. ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വണ്ടർഫുൾ. മുത്തശ്ശി പറഞ്ഞതുപോലെ യേശു പിറന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം തരാൻ വേണ്ടിയാണ്. അതെ. ലൂക്കോസ് 2:10 ദൈവദൂതൻ പ്രത്യക്ഷനായപ്പോൾ, അതായത് യേശു ജനിച്ച സമയത്ത് ദൈവദൂതൻ പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ സുവാർത്ത അറിയിക്കാൻ വന്നതാണ്. അത് സകല ജനത്തിനും മഹാസന്തോഷമുണ്ടാക്കുന്നതാണ്. കർത്താവ് വരുന്ന സമയത്തൊക്കെ നാം ഭയമില്ലാത്തവരായിരിക്കാൻ പറയുന്നു. ഭയപ്പെടേണ്ട എന്ന് യേശു പറയുന്നു. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഇതാണ് യേശു എപ്പോഴും ചോദിക്കുന്നത്. അതുപോലെ കേറ്റിമോൾ കുഞ്ഞായിരുന്നപ്പോൾ നിനക്കത് ഓർമ്മയുണ്ടോ മോളെ? അതായത് പടക്കം പൊട്ടിക്കുമ്പോഴെല്ലാം, വലിയ പടക്കം പൊട്ടിക്കുമ്പോഴെല്ലാം നീ പേടിച്ച് അലറി വിളിക്കും. അതായത് നീ കരഞ്ഞുകൊണ്ട് മമ്മി ഇനി പടക്കം പൊട്ടിക്കല്ലേ എന്ന് പറയും. അതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ ഭയമുണ്ടാക്കും. നമ്മൾ വല്ലാതെ പേടിക്കും, വിറയ്ക്കും. ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്കത് താങ്ങാനാവില്ല. അത് പറഞ്ഞപ്പോഴാ സിക്കിമിൽ റബീന എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവളുടെ കുടുംബത്തിന് യേശുവിനെയും യേശുവിൻ്റെ സ്നേഹത്തെയും കുറിച്ച് അറിയാതിരുന്നപ്പോൾ അന്ന് അവൾക്ക് 4 വയസ്സുണ്ടായിരുന്നു. അവൾക്ക് ബോൺ TB വന്നു. ഡോക്ടേഴ്സ് അവൾക്ക് വളരെ ദുഃഖകരമായ ഒരു ന്യൂസാണ് കൊടുത്തത്. അവളുടെ കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന്. അവളത് കേട്ട് വല്ലാതെ പേടിച്ചു. ഭാവിയെക്കുറിച്ചോർത്ത് അവൾ ശരിക്കും പേടിച്ചുപോയി. താനതെങ്ങനെ നേരിടുമെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ കാലില്ലാതെ ഇനി എങ്ങനെ നടക്കും? അവളുടെ അച്ഛനും അമ്മയും നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് കർത്താവിനെക്കുറിച്ച് അവളുടെ അച്ഛൻ അറിയാനിടയായത്. ഈ ഭയത്തിന്റെ നടുവിലും അയാൾക്ക് വലിയൊരു വിശ്വാസമുണ്ടായി. അതായത് യേശു എങ്ങനെയെങ്കിലും അവളെ സൗഖ്യമാക്കുമെന്ന്. മകളുടെ കാല് മുറിക്കാൻ അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നു. അവൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം ക്രച്ചസ് ഉപയോഗിച്ചാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അവളെ അവളുടെ കൂട്ടുകാരെല്ലാം കളിയാക്കാറുണ്ടായിരുന്നു. അത് കാരണം അവൾ വല്ലാതെ തകർന്നുപോയി. എന്നിട്ട് അവള് പറഞ്ഞു, എൻ്റെ ഭാവി എന്താവും? ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ആ സമയത്ത് അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ നിർബന്ധിച്ച് സിറ്റിയിൽ ജീസസ് കോൾസ് പ്രെയർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നും ഡോക്ടർ പോൾ ദിനകരൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തീർച്ചയായും പോകണം. അങ്ങനെ അവർ മീറ്റിങ്ങിന് വന്നപ്പോൾ വളരെ അത്ഭുതകരമായി ഡാഡി പ്രസംഗിച്ചു. അതായത് ഡാഡി പറഞ്ഞു, നടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞു. Let them get up and walk in Jesus' name. उनीहरु उठेर येशू नाममा हिँडुन्. Lift them up, Holy Spirit. प्रभु पवित्र आत्मा उनीहरुलाई उचाल्नु And resurrect their organs now. अनि यी अङ्गहरुलाई जाति पार्नु. In Jesus' name. येशू नाममा. ആ നിമിഷം ആരോ തൊട്ടതുപോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ക്രച്ചസ് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. അച്ഛനും അമ്മയും അത് കണ്ട് അവരെ പൊട്ടിക്കരഞ്ഞു. യേശു അവളെ സൗഖ്യമാക്കി, അതും പൂർണ്ണമായി. അവൾ പറഞ്ഞു, 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയിട്ടേയില്ല. എന്റെ കാലുകൾ പൂർണ്ണ സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞു. Perfectly all right. हिँडेर देखाइदिनुहोस् र परमेश्वरको महिमा. 21 years. 21 वर्ष अघि. Perfectly all right. Praise the Lord. ദൈവം സുവാർത്ത നൽകുകയുണ്ടായി, മഹാസന്തോഷം നൽകി.
യേശു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുന്നത്. യേശുവിന് അത്ഭുതം ചെയ്യാനാകുമെന്ന് നമുക്ക് വിശ്വാസം നൽകുന്നു. യേശുവിന് സൗഖ്യമാക്കാനുമാവും നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാക്കാനും സാധിക്കും. അവളുടെ അച്ഛൻ അത് വിശ്വസിച്ചു. ആ മീറ്റിംഗിൽ അവർ വലിയൊരു സൗഖ്യം അനുഭവിച്ചു. അതുപോലെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവർക്കും ഒരു മഹാത്ഭുതത്തിനായി പ്രത്യാശിക്കാവുന്നതാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. നിങ്ങൾക്ക് മഹാസന്തോഷമുണ്ടാക്കാനാണ് യേശു ജനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത്ഭുതം നടക്കാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കും. ആമേൻ. നമുക്കിപ്പോൾ വിശ്വസിക്കാം. സ്നേഹവാനായ കർത്താവേ, പിതാവേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. ഭയപ്പെടുന്ന അവസരങ്ങളിലും മരണഭയങ്ങളിലും ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാവുന്ന മരണഭയങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവേ, ഞങ്ങളുടെ വാതിലിൽ ആരോ മുട്ടുന്നു. ഞങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ തന്നില്ലെങ്കിൽ അത്ര തന്നെ ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തിട്ട് പോകും. കർത്താവെ, അങ്ങയുടെ മക്കൾ ഭയത്തോടെ മറഞ്ഞിരിക്കുകയാവും. ഇപ്പോൾ തന്നെ സന്ദർശിക്കണമേ, അവരുടെ ഹൃദയങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരേണമേ കർത്താവെ. ഭാവിയെക്കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ നോക്കണം. പരീക്ഷയെക്കുറിച്ച് നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തോൽവികളെ ഓർത്ത് നടുങ്ങുന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളാൽ ആലിംഗനം ചെയ്യണമേ. അവരുടെ ഹൃദയത്തിൽ നിന്നും ഭയത്തെ അകറ്റണമേ ദൈവമേ, അകറ്റണമേ ദൈവമേ. ഒരു മികച്ച ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയ്ക്കായി വിശ്വാസം നൽകണമേ. മികച്ച ഭാവിക്ക് വേണ്ടി അങ്ങയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ അത്ഭുതകരമായ അങ്ങയുടെ സ്പർശനം ലഭിക്കുന്നു. സന്തോഷമുണ്ടാകുന്നു. യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി വരുന്നതോടെ ഞങ്ങൾ കേട്ട സംഭവത്തിലുണ്ടായതുപോലെ കാലുകൾക്ക് സൗഖ്യമുണ്ടാവട്ടെ, അവരുടെ ലങ്സിന് സൗഖ്യമുണ്ടാവട്ടെ. ഒരു പൂർണ്ണ വിമോചനം. എല്ലുകളെ സൗഖ്യമാക്കണമേ. ശരീരത്തിലെ ഉടഞ്ഞ ഭാഗങ്ങളെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. വീട്ടിലെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. ഒരു അത്ഭുതം നടക്കുമാറാകട്ടെ. പാപത്തിന്റെ ഞെരുക്കങ്ങളിലും അവരുടെ ശീലങ്ങളിൽ നിന്നും വിമോചിതരാക്കുന്ന അത്ഭുതമുണ്ടാവട്ടെ. അവർക്കൊരു പുതിയ ജീവിതം നൽകണമേ കർത്താവേ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത്ഭുതം. ജേഡൻ എന്റെ മടിയിൽ നിന്ന് ഷാരോന്റെ മടിയിലെത്തി. നിനക്ക് കൂടുതൽ ശക്തി ഉണ്ടാവാനായി അവൻ സമയം തരികയാണ്. വേഗം എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. അത്ഭുതങ്ങളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ജനങ്ങൾ പറയുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ പങ്കിടുമ്പോഴോ അഥവാ ജനങ്ങൾക്കുണ്ടായ അത്ഭുതങ്ങൾ കേൾക്കുമ്പോഴോ അതവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നു. സോ ഞാൻ സംഭവങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ചിലർ നടന്ന സംഭവങ്ങൾ പറയുമ്പോഴോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അഥവാ എന്തെങ്കിലും മനസ്സിൽ വെക്കണമെന്ന് തോന്നുമ്പോഴോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സംഭവങ്ങളുണ്ടാവും. ഒരു സംഭവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനെപ്പോഴും പറയാറുണ്ട്, സംഭവങ്ങൾക്ക് മനസ്സിനെ മാറ്റി സൗഖ്യമാക്കാനാകുമെന്ന്. അതുകൊണ്ടാണ് പണ്ട് തമിഴ് സംസ്കാരപ്രകാരം ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ തമിഴ് ഫോക്ക് ലോ ഉണ്ടായിരുന്നു. തമിഴിൽ നാം തെറുക്കൂത്ത്, നാട്ടുപുറക്കൂത്ത് എന്ന് പറയും. അതായത് ഡാൻസ് ചെയ്ത് കഥ പറയുന്ന വിധം, അഥവാ തിയേറ്ററിൽ സ്കിറ്റിലൂടെ കഥ പറയാറുണ്ട്. അങ്ങനെയാണ് കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അവരറിഞ്ഞത്. അതൊരു സംസ്കാരമായി മാറി. അവരുടെ സമ്പ്രദായങ്ങളും ചടങ്ങുകളും പങ്കിട്ടപ്പോൾ അതൊരു സംസ്കാരമായി. ഇന്ന് ലോകത്തിന്റെ വളർച്ചയ്ക്ക് തമിഴ് സംസ്കാരം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. സംഭവങ്ങൾക്ക് അത്രമാത്രം ശക്തിയുണ്ട്. അതുപോലെ തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈയടുത്ത് ഒരു ഡോക്യുമെന്ററി എടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായത്. 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു. ഒരു ഡോക്ടർ ആവണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവളുടെ അമ്മയ്ക്ക് ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അമ്മുമ്മയ്ക്കും ആവണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അവർക്ക് അതിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഈ പെൺകുട്ടിയെ ഡോക്ടറാക്കാനുള്ള പരിശ്രമത്തിൽ കൈകോർത്തു നിന്നു. സ്വപ്നം കാണാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നു. ഒരു ഡോക്ടർ ആവണമെന്ന്. കുടുംബം അവളോടൊപ്പം സഹകരിച്ചു. പഞ്ചായത്തും അവളോട് സഹകരിച്ചു. സ്കൂളും അവൾക്ക് സപ്പോർട്ട് ചെയ്തു. കോർപ്പറേഷൻ അവളെ സഹായിച്ചു. ഗവൺമെന്റും അവൾക്ക് സഹകരണം നൽകാൻ തയ്യാറായി. അവളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചു. സോ പല കമ്മ്യൂണിറ്റീസും ഒരുമിച്ച് ചേർന്നു. പലതരം ആൾക്കാരും അവളുടെ സ്വപ്നം സഫലമാക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരുമിച്ചു. എന്നാൽ ഏറ്റവും നല്ല സംഭവം യേശുവിന്റെ ചരിത്രമാണ്. യേശു ലോകത്തിലേക്ക് ഒരു ശിശുവായി ജാതനായി, എന്നിട്ട് കുരിശിൽ നമുക്കായി തന്റെ ജീവൻ തന്നു. ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം. ഇതിനെയാണ് നാം എപ്പോഴും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്.
അതിനെക്കുറിച്ചുള്ള സർവ്വപ്രധാന കാര്യം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ പങ്കിട്ടു. യേശു ഈ ലോകത്തിലുണ്ടായപ്പോൾ ഓരോ സമൂഹത്തിലേക്കും കടന്നു ചെന്നു. അവരുടെ പശ്ചാത്തലം നോക്കാതെ, എവിടെ നിന്നും വന്നു, എന്ത് ചെയ്തു, എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് നോക്കാതെ യേശു അവരെ കണ്ട് അവരുടെ കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ചു. അങ്ങനെയാണ് ഇന്ന് നമുക്ക് യേശുവിന്റെ ചരിത്രം അറിയാനായത്. യേശു പല ഉപമകളും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ യേശുവിന്റെ കഥകൾ റെക്കോർഡ് ചെയ്യുന്നു. ഒരു വചനം നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 78:41. നാം അവരുടെ മക്കളോട് അവയെ മറച്ചുവെക്കാതെ വരുവാനുള്ള തലമുറയുടെ യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. നാം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു സംഭവമാണ് പറയുന്നത്. സങ്കീർത്തനത്തിൽ അത് വളരെ ഭംഗിയായി പറയുന്നു. നാം പറയുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ളവരോടല്ല, തലമുറകളോടാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഗോ ടെൽ ഇറ്റ് ഓൺ ദ മൗണ്ടൻ എന്ന് നാം പാടുന്നത്. അങ്ങനെയാണ് യേശുവിന്റെ കഥ അത്ഭുതകരമായിരിക്കുന്നത്. യേശുവിന്റെ ജനനം, അതെ, അത്ഭുതമായിരിക്കുന്നത്. അതിനാൽ നമുക്ക് പ്രത്യാശയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. യേശു മുഖാന്തരം നാം സ്വതന്ത്രരായി. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളും സ്വന്തം കഥ പറയണമെന്ന്. അത് ലോകത്തിനായാലും ശരി, അഥവാ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടായാലും, നിങ്ങളുടെ സുഹൃത്തുക്കളോടായാലും, നിങ്ങളെ വിശ്വസിക്കുന്ന ആരോടായാലും അത് പറയണം. അവരോട് നിങ്ങൾക്ക് നടന്നത് പറയൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയും. നിങ്ങൾക്ക് അതിലൂടെ പരിഹാരമുണ്ടാവും. ഒരുപക്ഷെ ഉത്തരവും ലഭിക്കും. അതിന് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് നടന്നത് യേശുവിനോട് പറയാൻ മറക്കരുത്. കാരണം യേശുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. ആമേൻ. ബ്യൂട്ടിഫുൾ. ജീസസിനെ കുറിച്ചുള്ള നിന്റെ കഥ പറയൂ. ക്രിസ്മസ് സ്റ്റോറി പറയുമ്പോ മറിയയ്ക്ക് യോസേഫുമായുള്ള വിവാഹ നിശ്ചയത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോഴാണ് ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നിനക്കൊരു മകൻ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം, ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിക്കപ്പെടുമെന്ന് പറഞ്ഞു. മറിയ അത് കേട്ടപ്പോൾ തീർച്ചയായും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ഞാനൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമെന്നോ? ആ ഒരു സാഹചര്യത്തിൽ യോസേഫുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു. ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ടിരിക്കും. ഭർത്താവിനോടൊത്ത് മനോഹരമായ ബന്ധം സ്ഥാപിക്കുമെന്ന് ചിന്തിച്ചിരിക്കും. അതുപോലെ അവളുടെ ഭാവി എന്തായിരിക്കുമെന്നും, ഭാവിയിൽ അവൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും, ഒരു കുഞ്ഞിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. തന്റെ ജീവിതം ശോഭനമായിരിക്കുമെന്നവൾ ചിന്തിച്ചിട്ടുണ്ടാവും. തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവൾക്ക് പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കും. കാരണം അപ്പോൾ അവൾ ചെറുപ്പമായിരുന്നു. ഭാവിയെക്കുറിച്ച് അവൾ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവൾ ആദ്യം കേട്ടത് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നായിരുന്നു. അത് കേട്ടപ്പോൾ മറിയ ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും. എന്നാൽ അവളുടെ വായിൽ നിന്ന് വന്ന വാക്ക് ഇതായിരുന്നു, ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കുമാറാകട്ടെ എന്നായിരുന്നു. ഇത് നമുക്ക് ലൂക്കോസ് 1:38 കാണാൻ സാധിക്കും. അവൾ തന്നെ മുഴുവനായി ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉത്തരവാദിത്വം തരുമ്പോൾ ആദ്യം നാം ചിന്തിക്കുന്നത് ഇതാണ്, ഇതെങ്ങനെയാണ് നടക്കുക? ഈ ചുമതല ഞാൻ എങ്ങനെ ഏറ്റെടുക്കും? കൂടാതെ ഞാൻ എങ്ങനെ ഒരു അമ്മയാവും? എങ്ങനെ ഒരു ഭാര്യയാവും? ഞാൻ എങ്ങനെ ഈ ജോലി ചെയ്യും? ഈ ചുമതല എനിക്ക് എങ്ങനെ ഏറ്റെടുക്കാനാവും? അതെനിക്ക് വലിയൊരു ഭാരമായിരിക്കും. നാം അത്രയും ദൂരേക്ക് ചിന്തിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ദൈവം നമ്മുടെ ഭാവിക്ക് വേണ്ടി ഒരു വലിയ ഉത്തരവാദിത്വം തരുമായിരിക്കും. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷേ ഇതാണ് എന്റെ ലക്ഷ്യം, ഇതാണ് ദൈവത്തിന്റെ ഹിതം എന്നെടുത്തുകൊണ്ട് അങ്ങയുടെ ഹിതപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശിച്ച് ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കും. മറിയ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ നാമും അനുഗ്രഹിക്കപ്പെട്ടവരാവും. ഞാൻ ക്രിസ്മസിന്റെ ചരിത്രം വായിച്ചപ്പോൾ അതെന്നെ പ്രചോദിപ്പിച്ചു. ഒരു പക്ഷേ നിങ്ങളും പറയുന്നുണ്ടാവും, ഞാൻ എങ്ങനെ ഒരു അമ്മയാവും, ഞാൻ എങ്ങനെ ഒരു ഭാര്യയാവും, ഞാൻ എങ്ങനെ ഈ ജോലി ഏറ്റെടുക്കും, എങ്ങനെയാണ് ഞാനൊരു കുടുംബം പോറ്റുക, എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പക്ഷേ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, ഒരു ചുമതല നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, തന്റെ ആഗ്രഹം നിറവേറ്റാൻ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത് പറയൂ, ഞാൻ അങ്ങയുടെ ദാസി, ദൈവമേ അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് ദൈവം പറയും. ഈ ക്രിസ്മസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഞാൻ കേട്ടു, യേശുവിന്റെ ജനനം അപ്രസക്തമായ ഒരു ആശയമാണെന്ന്.
മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു തരത്തിലുള്ള സംഭാഷണവും നടക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പരീക്ഷണമുണ്ടായാൽ അത് പ്രേമം മുഖേനയാവാം, അതെല്ലാം ഓക്കെയാണ്. കാരണം പ്രേമം എന്നത് തീരുമാനമാണ്. ഒരു കാര്യം ഈ പരിപാടിയിലൂടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിയ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായത്. അതൊരു പരിശുദ്ധമായ ഗർഭധാരണമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള ഗർഭധാരണത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നു. അവർ പറയുന്നു പ്രേമം കാരണമാവാം, പ്രേമം ഒരു ചോയ്സ് ആണെന്ന് മറ്റും. അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാഹത്തിന് മുമ്പുള്ള ഗർഭധാരണം ചിലർക്ക് വലിയൊരു കാര്യമല്ലായിരിക്കാം. അതവരുടെ പ്രശ്നം. നീണ്ട കാലം നിലനിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. അവർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവണം, കൂടാതെ അവർക്ക് സ്ഥിരതയുണ്ടാവണം രണ്ടുപേരുടെയും ജീവിതത്തിൽ. സോ യേശുവിന്റെ ജനനവും വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്നതും ഓക്കെയാണെന്നും താരതമ്യപ്പെടുത്തുന്നതും ഒട്ടും ശരിയല്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ തലമുറ, അതായത് സോഷ്യൽ മീഡിയ കാണുന്നവർ, ആ ഐഡിയയുമായി കൺഫ്യൂസ് ആവരുത്. കാരണം യേശുവിൻ്റേത് പരിശുദ്ധമാണ്. എന്തായാലും നാം പുരുഷന്മാരും സ്ത്രീകളുമാണ്. നാം ജഡീകമായി പ്രവർത്തിക്കുന്നു. നമുക്കിങ്ങനെ പറയാൻ ഉത്തരവാദിത്തമുണ്ട്. ബയോളജിക്കലി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും. അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായിരിക്കണം. നല്ലത് നടന്നാൽ അതിനൊരു പ്രതിഫലമുണ്ട്. പ്രതിഫലമായാൽ അത് നിലനിൽക്കും. അതിൽ ഒരു സന്തോഷമുണ്ടാവും, അതിൽ സമാധാനവും ഉണ്ടായിരിക്കും. എനിക്ക് പറയാനുള്ള മറ്റൊരു പോയിന്റ് ഇതാണ്. ഉത്തരവാദിത്തത്തോടെ ഒരു കുടുംബമാകുമ്പോൾ അരക്ഷിതത്വം ഉണ്ടാവുന്നതല്ല. ഇവനെന്നെ സ്നേഹിക്കുമോ, ഇവളെന്നെ സ്നേഹിക്കുമോ, ഇനിയുള്ള ജീവിതത്തിൽ എന്റെ കൂടെ തന്നെ ഉണ്ടാകുമോ, കുട്ടികൾ വളരുമ്പോൾ എന്നെ വിട്ടിട്ട് പോയാൽ എന്താണുണ്ടാവുക, ഒരുമിച്ച് സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എന്താകും. ഒരു ഉത്തരവാദിത്തം വരുമ്പോൾ നാം അളവിന് ഉപരി ചിന്തിക്കാൻ ആരംഭിക്കും. സോ എന്റെ അഭിപ്രായം ഇതാണ്. ഒരു കുടുംബ ബന്ധത്തിന് മുതിരുമ്പോഴും കുട്ടികളെ പ്ലാൻ ചെയ്യുമ്പോഴും ഫാമിലി സെറ്റപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് സ്ഥിരതയുള്ളതായിരിക്കണം. അങ്ങനെ ഉത്തരവാദിത്തത്തെ പല വിധത്തിൽ പങ്കിടാനും സാധിക്കും. എനിക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ജീവിതത്തിൽ പലരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെടാറുണ്ട്. ജീവിതത്തിന്റെ പല വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടും. അതായത് ഒരു വിദ്യാർത്ഥിയായിരിക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഹോംവർക്കുകൾ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് സ്കൂളിലെത്തണം, അതുപോലെ ട്യൂഷനും പോകണം. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാനുള്ള ജോലികളും അസൈൻമെന്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്ത് ബോസിന്റെ അടുത്ത് നിന്ന് നമുക്ക് നല്ല പേര് സമ്പാദിക്കണം. അത് കഴിഞ്ഞ് വിവാഹിതരായ പിന്നെ കുടുംബത്തെ പരിപാലിക്കാനുള്ള ചുമതലയും നമുക്ക് തന്നെ ആയിരിക്കും. സാമ്പത്തിക കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ ദൈവപുത്രനെ പരിപാലിക്കാനുള്ള ചുമതല ജോസഫിനായിരുന്നു നൽകപ്പെട്ടത്. ഒരു ഭൗതിക പിതാവായിട്ട് യേശുവിനെ വളർത്താനും പരിപാലിക്കാനും ഒക്കെ അദ്ദേഹത്തിനായിരുന്നു ചുമതല. ജോസഫ് ദൈവവാക്കനുസരിച്ച് ദൈവഹിതപ്രകാരം തന്നെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിന്റെ തന്നെ ഗതി മാറിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവഹിതം മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ വഴി നടത്തും. ജീവിതത്തിൽ എല്ലാം തന്നെ മുറപ്രകാരം നടക്കാനും ദൈവം നമ്മെ സഹായിക്കും. ക്രിസ്മസിന്റെ കഥ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുകയാണ്. സോ അതാണ് ആരാധന. ദൈവഹിതം പ്രവർത്തിക്കുന്നതാണ് ആരാധന. കാരണം എബ്രയർ 10:7 വായിച്ചാൽ ദൈവം പറയുന്നു, എനിക്കൊരു ശരീരം തരൂ, ഞാൻ ഈ ലോകത്തിലേക്ക് ചെല്ലട്ടെ, എന്നിട്ടെന്നെ ഒരു യാഗമായി നൽകട്ടെ, ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും കഴുകാനായി. എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ജീവിതത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. യേശു തന്നെത്താൻ സമർപ്പിച്ചു സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടത്തിന്. എന്നിട്ട് ജഡമായി ലോകത്തിൽ വന്നു. ദൈവം ജഡമായി, എന്നിട്ട് തന്നെത്താൻ യാഗമായി സമർപ്പിച്ചു. ഇതാണ് ആരാധന. അങ്ങനെ യേശു ആരാധന തുടങ്ങി. അത് ദൈവഹിതത്തെ സർവ്വലോകത്തിനും നൽകി, ഓരോരുത്തരും ദൈവത്തിന്റെ പൈതലാകാനായി. ആൻഡ് മേരിയും അതുതന്നെയാണ് പ്രവർത്തിച്ചത്. അവൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസിയാകുന്നു, ഞാൻ കന്യകയാണെങ്കിലും എന്റെ ഗർഭപാത്രം അങ്ങേക്ക് തരുന്നു. അവൾ ദൈവഹിതം പ്രവർത്തിച്ചു, അവൾ ദൈവത്തെ ആരാധിച്ചു. ആൻഡ് യോസെഫ് പറഞ്ഞു, ഞാൻ മറിയയെ സ്വീകരിക്കുന്നു. മറിയയുമായി ഒരു ലൈംഗിക ബന്ധവും പുലർത്തിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ യേശുക്രിസ്തു ജനിക്കുന്നത് വരെ
ഭാര്യയായ മറിയയുടെ ഗർഭപാത്രത്തിലൂടെ. അവൾ തന്റെ ഭാര്യയായിരുന്നിട്ടും അയാൾ അവളെ മാന്യതയോടെ വിശുദ്ധിയോടെ പരിപാലിച്ച് ദൈവഹിതം പൂർത്തിയാക്കി. അതാണ് ആരാധന. വീണ്ടും അതുകൊണ്ടാണ് ദൈവം ദൂതന്മാരെ അയച്ചത്, ദൈവത്തെ ആരാധിക്കാനായി. രാജാക്കന്മാരും വിദ്വാൻമാരും കർത്താവിനെ ആരാധിക്കാൻ വന്നു. ഇന്ന് നമ്മളും കർത്താവിനെ ആരാധിക്കുന്നു, കാരണം യേശു ദൈവപുത്രനാണ്. ഇന്ന് നാം ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കണം, നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കണം, നമ്മുടെ മനസ്സിനെ ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് ആരാധന. ഇതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം. സോ, ഒരു മഹാനായ കവി ഉണ്ടായിരുന്നു. തഞ്ചാവൂരിലെ രാജാവിന്റെ രാജസഭയിലായിരുന്നു അദ്ദേഹം മഹാനായ കവിയായിരുന്നു. പക്ഷേ കർത്താവിനെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് തന്റെ ദൈവത്തെ ആരാധിച്ചതെന്നറിയാമോ? അദ്ദേഹം 2 കാലും മേൽത്തട്ടിൽ കെട്ടി അതിനുശേഷം തലകുത്തനെ തൂങ്ങിക്കൊണ്ട് തന്റെ ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചിരുന്നു. ഭയങ്കര ഭക്തി. ആൻഡ് കർത്താവ് അയാളുടെ ഹൃദയത്തെ കണ്ടു. അയാൾ തന്നെ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു, തന്റെ ആഗ്രഹം പൂർത്തിയാക്കണമെന്നും. എന്നാലും അയാൾ ദൈവത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയില്ല, ആരാധിക്കുക മാത്രം ചെയ്തു, ബഹുമാനിച്ചു. പക്ഷേ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിരുന്നില്ല. പക്ഷെ അയാൾ രാജകീയമായ ജോലികൾ മാത്രം ചെയ്തു, അഥവാ രാജാവ് കൊടുത്ത ജോലികൾ ചെയ്തു. എന്നിട്ട് ഒരു ദിവസം അയാൾ രാജാവിന്റെ രാജസഭയിലേക്ക് നടന്നു പോവുകയായിരുന്നു. രാജാവിനെ ബഹുമാനിക്കാൻ, രാജാവിനെക്കുറിച്ചുള്ള ഒരു കവിത പാടാനായി. ആകാശത്തിൽ അയാൾ ഒരു വലിയ ദർശനം കണ്ടു. ആരോ കുരിശ് ചുമക്കുന്നത് അയാൾ കണ്ടു. അയാളുടെ ശരീരം മുഴുവനും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. കൂടാതെ അയാൾ ഒരു മുൾക്കിരീടവും അണിഞ്ഞിരുന്നു. അദ്ദേഹം കവിയെ നോക്കി മഹാസ്നേഹത്തോടെ. അത് കവിയുടെ ഹൃദയത്തെ തുളച്ചു കയറി. കവി ചോദിച്ചു, ആരാണത്? ആൾക്കാർ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി കുരിശു ചുമന്നത് യേശുവാണെന്ന്. തന്റെ ജീവൻ നിങ്ങൾക്ക് തരാനാണ് യേശു വന്നത്. കവി തന്റെ ജീവിതം യേശുവിന് നൽകി. എന്നിട്ട് യേശുവിന്റെ ഹിതപ്രകാരം മുന്നോട്ട് നടന്നു. രാജാവിന് സ്തുതിഗീതങ്ങൾ പാടുന്നതിന് പകരം കവി രാജാതിരാജാവിനെ സ്തുതിച്ചു പാടാൻ ആരംഭിച്ചു. കർത്താവിനെ, യേശുവിനെ. ആ കവിയുടെ പേരാണ് തിരുവേദനായകം ശാസ്ത്രി. അദ്ദേഹം കർത്താവായ യേശുവിനെക്കുറിച്ച് ഏറ്റവും മികച്ച സ്തുതികൾ പാടി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എൻ്റെ ഡാഡിക്ക്, നിങ്ങളുടെ മുത്തച്ഛന്, നിങ്ങളുടെ മക്കളുടെ മുതുമുത്തച്ഛന് പാടാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. സോ, ദൈവഹിതം പ്രവർത്തിക്കുന്നത് ആരാധനയാണ്. അങ്ങനെ നാം ആ കൃപ ഏറ്റുവാങ്ങുന്നു. ദൈവഹിതം പ്രവർത്തിച്ചവർ കൃപ ഏറ്റുവാങ്ങുമ്പോൾ, തന്നെ സ്വയം യാഗമായി അർപ്പിക്കുമ്പോൾ, ആരാധനയിലൂടെ, അത് കാരണമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നിങ്ങളും സ്വന്തം ഹൃദയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ എല്ലാം ഈ ക്രിസ്മസിന് യേശുവിന് സമർപ്പിക്കുമോ? എല്ലാ പാപങ്ങളെയും വലിച്ചെറിയൂ, എല്ലാ ദുഷ്ടതയെയും വലിച്ചെറിയൂ, എല്ലാ സ്വാർത്ഥതയെയും വലിച്ചെറിയൂ, എല്ലാ അസൂയയെയും വലിച്ചെറിയൂ, എല്ലാ അഹങ്കാരവും വലിച്ചെറിയൂ, എല്ലാ ആശ്രയവും വലിച്ചെറിയൂ. കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിനും പകരം നമ്മൾ കർത്താവിൽ വിശ്വാസം അർപ്പിക്കൂ. യേശുവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ. ഇന്ന് ഞങ്ങളിവിടെ കൈകോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വരൂ. ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി യേശുവായി അവതരിച്ചതിന്, ഞങ്ങൾക്ക് വേണ്ടി മരിക്കാനായി നാം മുറുകെ പിടിക്കാൻ, യേശുവിനെ നാം മുറുകെ പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ രക്ഷിതാവായി നമ്മെ യേശുവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് യേശുവിനെ സ്തുതിക്കാം. പിതാവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. ദൈവഹിതം പ്രവർത്തിക്കാൻ അങ്ങയെ ആരാധിച്ചു. അങ്ങയെ സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ തരുന്നു, ജീവിക്കുന്ന യാഗമായി തരുന്നു. അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മക്കളായി അങ്ങയുടെ ഹിതമനുഷ്ഠിക്കാൻ ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പരിവർത്തനമുണ്ടാകട്ടെ. ഞങ്ങൾക്കായി അങ്ങ് പലതും ചെയ്തു. ഞങ്ങൾ ചെയ്യേണ്ടതും ഞങ്ങൾക്ക് ചെയ്യാനുള്ളതും അങ്ങയെ ആരാധിക്കുകയാണ്. അങ്ങയുടെ ത്യാഗത്തെ മനസ്സിലാക്കണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ, അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ കർത്താവേ. ഞങ്ങളോടൊത്തുണ്ടാവണമേ.
അങ്ങയുടെ മാറോടത്ത് ചേർത്തണയ്ക്കണമേ. യേശുവിന്റെ സാദൃശ്യത്തിൽ ഞങ്ങളെ മാറ്റേണമേ. യേശു, യേശു, അതാണ് ആരാധനയ്ക്കുള്ള മികച്ച പ്രതിഫലം. ദൈവഹിതം അനുഷ്ഠിക്കുക. ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് വേണ്ടി വന്ന യേശുവിനെ ക്രിസ്മസ് ദിനത്തിൽ ഒരു കുടുംബമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിനോടൊത്ത് ജീവിക്കൂ. യേശു എപ്പോഴും ഇമ്മാനുവലായി നമ്മളോടൊത്തുണ്ടാവും. ഇന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ആശംസകൾ പറയുന്നു. വെരി Merry Christmas.